ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയിട്ട് 2-3 പേപ്പേഴ്സൊക്കെ റെഡിയാക്കണം. അമ്മയുടെ അക്കൗണ്ട് റെഡിയാക്കാനുണ്ട്. പിന്നെ അതിന് കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ചില്ലേ ഒരു അയൺ സ്റ്റീമർ മേടിച്ചൊന്ന്. സ്റ്റീമറൊക്കെ അടിപൊളിയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ സെറ്റാണ്. അത് കുത്താൻ, അതായത് അതിൻ്റെ പ്ലഗ് കുത്താൻ ഈ വീട്ടിൽ എവിടെയും അതിന് ഭാഗമായിട്ടുള്ളൊരു പവർ പ്ലഗ് ഇല്ല. എന്നിട്ട് ഞാൻ അപ്പൂനെ വിട്ടിട്ട് ഒരു പവർ പ്ലഗ് മേടിച്ചേ. ഈ സൈസിൽ വേണം. ഇവിടെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനത്തെ ചെറിയ പവർ പ്ലഗാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇത് മേടിപ്പിച്ചു. ഇത് മേടിപ്പിച്ചിട്ട് ഇതിൻ്റെ രസം നിങ്ങൾക്ക് കേൾക്കണം. ഇതിലത് കറക്റ്റാണേ, ഇതിലത് കൊള്ളും, സെറ്റാണ്. പക്ഷേ ഇത് കുത്താനൂടെ വേറെ പവർ പ്ലഗ് ഇല്ല. ഇതും ഒരിടത്തും കൊള്ളുന്നില്ല. ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റൻഷൻ കോഡ് മേടിച്ചിട്ട്, ഇത് മാച്ച് ആവുന്ന എക്സ്റ്റൻഷൻ കോഡ് മേടിച്ചിട്ട് വേണം ഇനി അത് ഉപയോഗിക്കാൻ. എന്തൊരു കഷ്ടപ്പാടാണ് നോക്കിയേ. കണ്ടോ, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അൺബോക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിൽ പോകാൻ റെഡിയാവും. ഞാൻ മീലൊഴുകലൊക്കെ കഴിഞ്ഞു. ഇന്നലെ തല നനച്ചതാണ്, അപ്പം ഇന്ന് തല നനയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ട് കാണാം. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതേ ഓട്ടോ വന്നു, ഞങ്ങൾ ഓട്ടോ കയറി കേട്ടോ. ഞാൻ കുറേ ദിവസത്തിന് ശേഷം എൻ്റെ ഫോട്ടോ നോക്കി ചിരിക്കുന്നത്, അന്ന് ഓട്ടോ കയറി മാസ്ക് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോ ചേട്ടൻ നിർത്തിയിട്ട് അടുത്ത കടയിൽ നിന്നൊരു മാസ്ക് മേടിച്ചു. അപ്പോൾ പുള്ളി ഇത് പുതിയ ടൈപ്പ് മാസ്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് കടക്കാരൻ കൊടുത്താൽ തോന്നുന്നു. അവസാനം ഇതിട്ട് ഞാൻ ഫോട്ടോ ജസ്റ്റ് വീഡിയോ നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് ജെട്ടി ഇട്ട പോലത്തെ ഒരു കോലയായിരുന്നു. ഞാൻ കുറേ ചിരിച്ചു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ദേ ഞങ്ങൾ ബാങ്കിലെത്തി. അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ഇത് എസ് ബി ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ പാസ്ബുക്കാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ SBI അല്ലേ, രണ്ടും കൂടിയും കൊളാപ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്ഥാപനമല്ലേ ഉള്ളൂ. അത്രയും പഴയൊരു അക്കൗണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിന്യൂവൽ ചെയ്യണമായിരുന്നു. പക്ഷേ ഞങ്ങൾ റിന്യൂവൽ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു, അത് വേണ്ടി വന്നില്ല. ജസ്റ്റ് പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പ്രൊസീജിയർ ഉണ്ടായിരുന്നു അവിടെ. കണ്ടോ, ഇത് അമ്മയുടെ ഫോട്ടോ ആണ്. നല്ല സുന്ദരി കുട്ടിയല്ലേ ഫോട്ടോയിൽ. ഇപ്പം അമ്മ മുടിയൊക്കെ ഒന്നുകൂടി നരച്ചു കേട്ടോ. പക്ഷേ എന്നാലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ, പോയതല്ലേ എന്ന് ഓർത്തിട്ട് തിരൂർ പോകാമെന്ന് വിചാരിച്ചു. 2-3 സാധനങ്ങൾ അല്ലറ ചില്ലറ മേടിക്കാനുണ്ടായിരുന്നു. അതിനിടയ്ക്ക് DTDCയിൽ എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സാരി, അതായത് സെക്കൻഡ് സാരി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് തരുന്ന ഫസ്റ്റ് സാരി ആണ്. അതായത് അവരുടെ സൈഡിൽ നിന്ന് 3 സാരി വേണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സാരി ഞാൻ കാഞ്ചീപുരത്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അതെ ഇതാണ് ആ കൊറിയർ. ഞാനത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും, അതായത് അവരുടെ സൈഡിൽ നിന്നുള്ള 3 സാരിയും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, വർക്ക് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം, അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സാധനം മേടിക്കാൻ വേണ്ടി പോയ പോക്കരുന്ന് എൻ്റെ ദൈവം, ഇതിനകത്ത് കയറണ്ടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നി. എന്തൊരു അഴുക്കും വൃത്തികേടോ, ഇതൊക്കെ എങ്ങനെ ആളുകൾ കയറി ചെല്ലുന്നത്. പിന്നീട് ഒരു തവണയും കൂടി അവിടെ ചെല്ലാൻ ആർക്കെങ്കിലും തോന്നും, എനിക്കെന്തായാലും തോന്നില്ല. എന്തൊരു വൃത്തികേടായിരുന്നു അറിയോ. ഞാൻ മാസ്കൊക്കെ കറക്റ്റ് ടൈറ്റായിട്ടിട്ടാണ് കയറിയത് കണ്ടപ്പോൾ തന്നെ. പിന്നെ ഇതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ തിരൂർ മയൂരിയിൽ പോയിട്ടോ. എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, കാരണം മഴയുള്ള ദിവസം അല്ലെങ്കിൽ കൂടി നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു തലവേദന എനിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്ന് പോയി വരാം എന്നുള്ള പ്ലാനിലാട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ മയൂരിയിലെത്തി. നമുക്ക് അടുക്കളയിലോട്ട് വേണ്ട 2-3 സാധനങ്ങളായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ചേച്ചി എന്നോട് പാവം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് റിവ്യൂ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്യാൻ പറ്റിയില്ല, കാരണം പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. കണ്ടോ, ഈ സിംഗിൾ ബർണർ മേടിക്കാനും കൂടി ആട്ടോ ഞങ്ങൾ മെയിനായിട്ട് പോയത്. കാരണം അടുപ്പ് പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ് സമയത്ത്. പിന്നെ അടുപ്പ് ഉണ്ടാക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ സിംഗിൾ ബർണർ മേടിച്ചു. പിന്നെ ഞാൻ കരിമ്പങ്കാട്ട് കയറിയ പോലെയാണല്ലോ സ്ത്രീകൾ പാത്രക്കടയിലും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറിയ എന്ന് പറഞ്ഞ പോലെ അമ്മ അവിടെ ഇവിടെയൊക്കെ പരതി നടക്കുന്നുണ്ട്. പിന്നെ ഗ്ലാസ് കണ്ടാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് മുഖ്യമാണല്ലോ. പിന്നെ ഞാനും അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കലായിരുന്നു. പക്ഷേ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ പൊടിയുണ്ട്, ഇവിടെ പൊടിയുണ്ട്, അവിടെ തൊടണ്ട, ഇവിടെ തൊടണ്ട. കാരണം എനിക്കിത് പെട്ടെന്ന് ആലോചിക്കാവുന്നതുകൊണ്ടേ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പിന്നെ അതേ കുറേ പുതിയ മോഡൽ പാത്രങ്ങളൊക്കെ
നമുക്ക് കാണിച്ചു തന്നിട്ട് ആ ചേച്ചി നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര അസിസ്റ്റൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ കൂടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചേച്ചി ഇത് പുതിയത് വന്നതാണ്, ഇപ്പോൾ ഇതാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ അവിടുന്ന് കാണിച്ചു തന്നു. ഈ സാധനം നമ്മൾ മേടിച്ചു കേട്ടോ, നമ്മൾ അരി വറുക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ. പിന്നെ അവിടെ ഒരു ഹോം ഡെക്കോർ സെക്ഷൻ ഉണ്ട്, ഈ അസ്തറ്റിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട്, നമ്മുടെ പോക്കറ്റ് കീറുന്ന പോലെയാണ്. അപ്പോൾ ഞങ്ങളിത് ഈ പാൽ കുക്കർ മേടിക്കാനാണ് മെയിനായിട്ട് പോയത്, പിന്നെ സിംഗിൾ ബർണറും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 2 പാത്രം കൂടി എക്സ്ട്രാ മേടിച്ചു എന്ന് മാത്രം. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് മീൻ മേടിച്ചിട്ടുണ്ട്, പുതിയ അപ്പളക്കോര, അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പറയുക. ഞാൻ നിങ്ങളുടെ അവിടേക്ക് എന്തതിന് പറയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയ അപ്പളക്കോരൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി, പുള്ളിക്കാരൻ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീട്ടിലെത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.